നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഇല്ലുമിനാറ്റി കഥകളെക്കാൾ ഭീകരമായ കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന്റെ മുകളിൽ ഒരു സമാന്തര ലോകമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവിടെ നിയമങ്ങളില്ല, അവിടെ മനുഷ്യത്വമില്ല. ജെഫ്രി എപ്സ്റ്റീൻ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് സെക്സ് ട്രാഫിക്കിങ്ങിനെ കുറിച്ചാണ്. എന്നാൽ പുതിയ ഫയലുകൾ വിരൽ ചൂണ്ടുന്നത് അതിലും ഭീകരമായ മറ്റൊന്നിലേക്കാണ്. അവിടെ കുട്ടികൾ കച്ചവടം ചെയ്യപ്പെടുന്നു, ഫോഴ്സ്ഡ് ഇംപ്രഗ്നേഷൻ, അതായത് ഇരകളെ ഗർഭിണികളാക്കുന്നു, അതും നിർബന്ധിച്ച് ആ കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കുന്നു. പിന്നെ കേൾക്കാൻ പോലും പേടി തോന്നുന്ന കാനിബലിസം അഥവാ നരഭോജനം. അതിലുപരി നമ്മുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറമുള്ള വൈകൃതങ്ങൾ നടക്കുന്നു. ഇത് കേവലം പെഡോഫീലിയ അല്ല, ഇതൊരു എലീറ്റ് കൾട്ടാണ്. ലോകം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ എലീറ്റ് സെക്സ് ട്രാഫിക്കിംഗ് സ്കാൻഡലിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അവസാനത്തിലേക്ക് എത്തിയെന്നും ഉറപ്പില്ല. എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട 3.5 മില്യൺ പേജുകളുള്ള എപ്സ്റ്റീൻ ഫയൽസ് ഇന്റർനെറ്റിനെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ഇതൊരു സാധാരണ ക്രൈം സ്റ്റോറി അല്ല. ഇതിൽ രാജാക്കന്മാരുണ്ട്, മുൻ പ്രസിഡന്റുമാരുണ്ട്, ലോകത്തെ ഞെട്ടിച്ച ടെക് കോടീശ്വരന്മാരുണ്ട്. നമ്മൾ ആരാധിക്കുന്ന പല സെലിബ്രിറ്റികളുടെയും മാന്യമായ മുഖംമൂടികൾ ഈ ഫയലുകളിലൂടെ അഴിഞ്ഞു വീഴുകയാണ്. ഇത്രയും കാലം നമ്മളിൽ പലരും ആരാധിച്ചിരുന്ന പല സെലിബ്രിറ്റികളും യഥാർത്ഥത്തിൽ ആരായിരുന്നു, എന്തായിരുന്നു? അഴിക്കും തോറും കുരുക്കുമുറുകുന്ന ഈ ഫയലുകളിൽ ഏറ്റവും വൃത്തികെട്ട്, കേട്ടാൽ അറയ്ക്കുന്ന വിവരങ്ങൾ ഓരോന്നോരോന്നായി പരിശോധിക്കാം. എപ്സ്റ്റീൻ ഐലൻഡിലേക്ക് ലോകത്തിലെ പല ഭാഗത്തു നിന്നും പെൺകുട്ടികളെ കടത്തിയിരുന്നു. യുക്രൈൻ, മോൾഡോവ, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ദരിദ്രരായ പെൺകുട്ടികളെ മോഡലിംഗ് ചാൻസ് വാഗ്ദാനം ചെയ്താണ് കെണിയിൽ വീഴ്ത്തിയത്. അവർ അവിടെ എത്തുമ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത് തങ്ങൾ വെറും മാംസ കഷ്ണങ്ങൾ മാത്രമാണെന്ന്. ഈ പെൺകുട്ടികളെ പ്രമുഖർക്ക് സമ്മാനമായി നൽകുകയായിരുന്നു എപ്സ്റ്റീൻ ചെയ്തിരുന്നത്. അധികാരത്തിലുള്ളവർക്ക് ഇരകളെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഗ്ലോബൽ സപ്ലൈ ചെയിൻ തന്നെ അയാൾ ഉണ്ടാക്കിയിരുന്നു. ആദ്യം തന്നെ നമുക്കിതിലെ ചില സ്വകാര്യ സംഭാഷണങ്ങൾ നോക്കാം. ജെഫ്രി എപ്സ്റ്റീനും അയാളുടെ കൂട്ടാളികളും തമ്മിലുള്ള ഇമെയിലുകൾ വായിക്കുമ്പോൾ ഇവർക്ക് സ്ത്രീകളോട് എത്രമാത്രം പുച്ഛമായിരുന്നു എന്ന് മനസ്സിലാകും. സ്ത്രീകളെ ഇവർ കണ്ടിരുന്നത് വെറും വസ്തുക്കളായിട്ടാണ്. ദുബായ് ആസ്ഥാനമായുള്ള DP വേൾഡിന്റെ ചെയർമാൻ സുൽത്താൻ അഹമ്മദ് ബിൻ സുലൈം 2013 എപ്സ്റ്റീൻ അയച്ച ഒരു മെസ്സേജ് ഇതിന് തെളിവാണ്. ഇതൊരു ബിസിനസ് ചാറ്റ് അല്ല, മറിച്ച് മനുഷ്യരെ ചരക്കുകളായി മാത്രം കാണുന്ന ഒരു കാറ്റലോഗാണ്. ഒരു മെയിലിൽ സുലൈം ഒരു പെൺകുട്ടിയുടെ വയസ്സ്, ഉയരം, ഭാരം, ബ്രാ സൈസ് എന്നിവയടക്കം എപ്സ്റ്റീന് അയച്ചു കൊടുത്തു. പാരീസിൽ വെച്ച് താൻ കൂടെ കൂട്ടിയ പെൺകുട്ടി ഒരു ആണാണോ എന്ന് സുലൈം സംശയം ചോദിക്കുമ്പോൾ അവളുടെ കൈകൾ കാണാൻ തന്റേതുപോലെ തന്നെയുണ്ട് എന്നായിരുന്നു എപ്സ്റ്റീന്റെ പരിഹാസം. യുക്രൈനിൽ നിന്നും മോൾഡോവയിൽ നിന്നും വന്ന പെൺകുട്ടികളിൽ മോൾഡോവക്കാരിക്ക് ഫോട്ടോയിലുള്ള അത്ര ഭംഗിയില്ല. ബിഗ് ഡിസപ്പോയിന്റ്മെന്റ് എന്നായിരുന്നു മറ്റൊരു മെസ്സേജ്. ഉടനെ എപ്സ്റ്റീന്റെ മറുപടി വരുന്നു, ഫോട്ടോഷോപ്പ് ആയിരിക്കും. ഒരു സാധനം വാങ്ങാൻ പോയിട്ട് ക്വാളിറ്റി കുറഞ്ഞു എന്ന് പരാതിപ്പെടുന്ന അത്രയും നിസ്സാരമായിട്ടാണ് ഇവർ മനുഷ്യക്കടത്തിനെ കണ്ടിരുന്നത്. മറ്റൊരു മെസ്സേജ് നോക്കൂ. ഞാൻ എൻ്റെ യോട്ടിൽ ഒരു ഫ്രഷ് റഷ്യൻ പെൺകുട്ടിയെ സാമ്പിൾ നോക്കാൻ പോവുകയാണ്. സാമ്പിൾ ചെയ്യാൻ ഈ ഒരു പെൺകുട്ടി ഭക്ഷണമോ ഉൽപ്പന്നമോ ആണോ? അങ്ങേയറ്റം അറപ്പുളവാക്കുന്ന മാനസികാവസ്ഥയുള്ളയാൾ. ഇത്രയും വലിയൊരു കോർപ്പറേഷൻ നയിക്കുന്ന ഒരാൾ എപ്സ്റ്റീൻ ഒരു കുറ്റവാളിയാണെന്ന് അറിഞ്ഞിട്ടും 2017 വരെ ഈ ബന്ധം തുടർന്നു. ജപ്പാനിലെ സെക്സ് സർവീസുകളുടെ പ്രൈസ് ലിസ്റ്റ് അയക്കുന്നതും റഷ്യൻ പെൺകുട്ടികൾക്ക് ഹോട്ടലുകളിൽ പരിശീലനം നൽകാൻ സഹായിക്കുന്നതും ഈ ഇമെയിലുകളിൽ വ്യക്തമാണ്. നമ്മൾ വലിയ മാന്യരായി കാണുന്ന ഇവരുടെ ഒക്കെ യഥാർത്ഥ വിനോദം ഇതൊക്കെയായിരുന്നു. ഇനി ഈ ലിസ്റ്റിലെ ഏറ്റവും ഞെട്ടിക്കുന്ന പേര് ബിൽ ഗേറ്റ്സിൻ്റെതാണ്. പുതിയ ഫയലുകൾ പ്രകാരം 2013 എപ്സ്റ്റീൻ എഴുതിയ ഒരു ഡ്രാഫ്റ്റ് ഇമെയിലിൽ ബിൽ ഗേറ്റ്സിന് റഷ്യൻ പെൺകുട്ടികളിൽ നിന്ന് ലൈംഗിക രോഗം പിടിപെട്ടതായി ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ രോഗം ഭാര്യ മെലിൻഡ അറിയാതെ ചികിത്സിക്കാൻ എപ്സ്റ്റീന്റെ സഹായ വഴി ആന്റിബയോട്ടിക്സ്, അതായത് മരുന്നുകൾ എത്തിക്കാൻ ഗേറ്റ്സ് ആവശ്യപ്പെട്ടു എന്നും ഇതിൽ പറയുന്നു. മെലിൻഡ ഗേറ്റ്സും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് തന്റെ 27 വർഷത്തെ ദാമ്പത്യം തകരാൻ ഒരു പ്രധാന കാരണം ബിൽ ഗേറ്റ്സിന് എപ്സ്റ്റീനുമായിട്ടുണ്ടായിരുന്ന ഈ ഒരു ബന്ധമാണെന്നാണ്. ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഇത് നിഷേധിക്കുന്നുണ്ട് എങ്കിലും ഈ ഫയലുകൾ പുറത്തുവിടുന്ന വിവരങ്ങൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. ഇനി പ്രിൻസ് അല്ലാത്ത ആൻഡ്രൂ. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ പ്രിൻസ് ആൻഡ്രൂവിന്റെ കഥ അതിലും ഭീകരമാണ്. 2025 ഒക്ടോബറിൽ കിങ് ചാൾസ് തന്റെ അനിയനെ എല്ലാ രാജകീയ പദവികളിൽ നിന്നും പുറത്താക്കി. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രിൻസ് എന്നോ ഡ്യൂക്ക് എന്നോ ഉള്ള വിളിപ്പേരുകളില്ല, വെറും ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസർ. ഈ ഫയലുകളിൽ ആൻഡ്രൂവിനെതിരെ 100 കണക്കിന് റെഫറൻസുകളുണ്ട്. 17 വയസ്സുള്ള വിർജീനിയ ഗിഫ്രയെ ആൻഡ്രൂവിനായി കാഴ്ചവെച്ചു എന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള ഫോട്ടോകൾ, ആൻഡ്രൂ ഒരു യുവതിയുടെ പുറത്തിരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ബക്കിംഗ്ഹാം പാലസിൽ പോലും എപ്സ്റ്റീന് വിരുന്നുകൾ ഒരുക്കിയിരുന്നു എന്ന് കാണുമ്പോൾ ഇവരുടെ ബന്ധം എത്ര ആഴത്തിലുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം വിർജീനിയ ഗിഫ്രിയുടെ ആത്മഹത്യയാണ്.
വർഷങ്ങളോളം പോരാടിയിട്ടും അധികാരത്തിന്റെ ചുവപ്പ് നാടകളിൽ നീതി കുടുങ്ങിപ്പോയി. ഇത്രയും വലിയ തെളിവുകൾ ഉണ്ടായിട്ടും പുതിയ കേസുകൾ എടുക്കില്ല എന്ന US ഗവൺമെന്റിന്റെ നിലപാട് വലിയൊരു ഒത്തുകളിയുടെ ഭാഗമാണ്. ഇരകളുടെ വിവരങ്ങൾ പുറത്തുവിട്ട് അവരെ വീണ്ടും അപകടത്തിലാക്കിയ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആരെയാണ് സംരക്ഷിക്കുന്നത്? ഈ പോരാട്ടത്തിന്റെ മുന്നണിയിൽ ഉണ്ടായിരുന്ന ഇരയാണ് വിർജീനിയ ഗിഫ്രി. 2025 ഏപ്രിലിൽ അവർ ഓസ്ട്രേലിയയിലെ തന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത ലോകത്തെ നടുക്കിയിരുന്നു. മരിക്കുന്നതിന് മുൻപ് അവർ എഴുതിയ നോബഡീസ് ഗേൾ എന്ന പുസ്തകം ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് പുറത്തിറങ്ങിയത്. തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരതകളെക്കുറിച്ച് അവർ അതിൽ വിവരിക്കുന്നുണ്ട്. നീതി ലഭിക്കാതെ ഒരു പോരാളി വിട പറഞ്ഞു എന്നത് ആധുനിക നിയമവ്യവസ്ഥയുടെ വലിയൊരു പരാജയമാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ദുരൂഹമാകുന്നത്. 3.5 ബില്യൺ പേജുകൾ പുറത്തുവിട്ടെങ്കിലും കുറ്റവാളികളായ പല പ്രമുഖരുടെ പേരുകളും കറുത്ത മഷിയൊഴിച്ച് മായ്ച്ചിരിക്കുകയാണ്. ഇതിനെതിരെ സമാന്തരമായി എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് എന്ന നിയമം US കോൺഗ്രസ് പാസാക്കിയെങ്കിലും ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അത് പൂർണ്ണമായി അനുസരിച്ചിട്ടില്ല. ഇനി ഏറ്റവും വിവാദമായ പേരിലേക്ക് വരാം, ഡൊണാൾഡ് ട്രംപ്. എപ്സ്റ്റീൻ ഫയൽസിൽ 1000-ലധികം തവണയാണ് ട്രംപിന്റെ പേര് വരുന്നത്. ഇവർ രണ്ടുപേരും വർഷങ്ങളോളം അടുത്ത സുഹൃത്തുക്കളും അയൽവാസികളുമായിരുന്നു എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ്. ട്രംപിന്റെ പേരുള്ള 2003 ഒരു ലൈംഗിക ചുവയുള്ള കത്തും ഫയലുകളിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ പുതിയ വെളിപ്പെടുത്തലുകൾ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. 2025 ജനുവരിയിൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെയാണ് ഈ ഫയലുകൾ പുറത്തുവിടാനുള്ള സമ്മർദ്ദമേറിയത്. ഇതിലെ ചില പ്രധാന പോയിന്റുകളൊന്ന് നോക്കാം. ഒന്ന്, എപ്സ്റ്റീന്റെ 50ാം ജന്മദിനത്തിന് നൽകിയ ആൽബത്തിൽ ട്രംപിന്റെ പേരിൽ വന്ന ഒരു കത്ത് ഇപ്പോൾ ചർച്ചയാവുകയാണ്. ലൈംഗിക ചുവയുള്ള വാക്കുകളായിരുന്നു അതിലുണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ താൻ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞ് ട്രംപ് ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായി 2019 എപ്സ്റ്റീൻ ഒരു പത്രപ്രവർത്തകൻ അയച്ച ഇമെയിലിൽ പറയുന്നത് പെൺകുട്ടികളെക്കുറിച്ച് ട്രംപിന് അറിയാമായിരുന്നു എന്നാണ്. പക്ഷെ അത് എന്ത് കാര്യമാണ് ഉദ്ദേശിച്ചത് എന്ന് എപ്സ്റ്റീൻ വ്യക്തമാക്കിയിട്ടില്ല. ഇനി ട്രംപിന്റെ വിശ്വസ്തയായ അറ്റോർണി ജനറൽ പാം പോണ്ടി പറയുന്നത് എപ്സ്റ്റീന്റെ ഒരു ക്ലയന്റ് ലിസ്റ്റ് തന്റെ കയ്യിലുണ്ട് എന്നാണ്. ഇത് ട്രംപിന്റെ രാഷ്ട്രീയ എതിരാളികളായ ബിൽ ക്ലിന്റൺ, ലാരി സമേഴ്സ് തുടങ്ങിയവർക്കെതിരെയുള്ള ഒരു ആയുധമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ട്രംപിന്റെ എതിരാളികൾ പറയുന്നത് ട്രംപ് ഇതിൽ പങ്കാളിയാണ് എന്നാണ്. എന്നാൽ ട്രംപ് അനുകൂലികൾ പറയുന്നത് അദ്ദേഹം ഈ ചീഞ്ഞഴുകിയ സിസ്റ്റം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആണെന്നാണ്. ഏതാണ് സത്യം? നമ്മുടെ ഈ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വൈരുദ്ധ്യമാണിത്. പുതിയ ഫയലുകളിലെ വിചിത്രമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എപ്സ്റ്റീനിന്റെ കുട്ടികളെ കുറിച്ചുള്ളതാണ്. 2011 സാറ ഫെഗ്യൂസൺ എന്ന ബ്രിട്ടീഷ് രാജകുടുംബാംഗം എപ്സ്റ്റീന് അയച്ച ഇമെയിലിൽ ഒരു മകന്റെ ജനനത്തെക്കുറിച്ച് അഭിനന്ദിക്കുന്നുണ്ട്. എപ്സ്റ്റീൻ പല പെൺകുട്ടികളെയും ഗർഭം ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതായും ജനിച്ച ഉടനെ ആ കുട്ടികളെ അമ്മമാരിൽ നിന്ന് മാറ്റിയതായും ആരോപണമുണ്ട്. എന്തിനായിരുന്നു ഈ കുഞ്ഞുങ്ങൾ? സ്വന്തം വംശം വളർത്താനോ അതോ അതിലും ഭീകരമായ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പടരുന്ന ഏറ്റവും ഭീകരമായ തിയറി കാനിബലിസം അഥവാ നരഭോജനത്തെക്കുറിച്ചാണ്. അധികാരത്തിന്റെ ഉച്ചിയിലുള്ളവർക്ക് കേവലം ലൈംഗിക സംതൃപ്തിക്ക് അപ്പുറം ഇരകളെ ടോർച്ചർ ചെയ്യുന്നതിലും അവരുടെ രക്തം ഉപയോഗിക്കുന്നതിലും ആനന്ദം കണ്ടെത്തിയിരുന്നു എന്ന് ഇരകൾ തന്നെ സൂചിപ്പിക്കുന്നു. ആഡ്രിനോക്രോം പോലുള്ള കെട്ടുകഥകൾ എന്ന് നാം കരുതിയ പലതും ഈ ഫയലുകളിലെ ക്രൂരതകൾ കാണുമ്പോൾ സത്യമാണോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ഡീഹ്യൂമനൈസ്ഡ് ആയ ഒരു വിഭാഗമാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. എലീറ്റുകൾ നരഭോജികളാണോ എന്ന സംശയത്തിന് പിന്നിലെ ഒരു വിചിത്രമായ കാരണമാണ് ആഡ്രിനോക്രോം എന്ന് പറയുന്നത്. ഭയത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ രക്തത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കെമിക്കലാണിതെന്ന് പറയപ്പെടുന്നു. ഇത് കുടിച്ചാൽ യൗവനം നിലനിൽക്കുമെന്ന് ഈ സൈക്കോപാത്തിക് കോടീശ്വരന്മാർ വിശ്വസിച്ചിരുന്നു അത്രേ. ശാസ്ത്രീയമായി ഇതിന് എത്രമാത്രം തെളിവുണ്ടെന്നതിനേക്കാൾ ഈ കോടീശ്വരന്മാർ ഇത്തരം നിഗൂഢമായ ആചാരങ്ങളിൽ വിശ്വസിച്ചിരുന്നു എന്നതാണ് സത്യം. പണവും അധികാരവും പരിധി വിടുമ്പോൾ മനുഷ്യൻ എത്രമാത്രം ക്രൂരമായ വൈകൃതങ്ങളിലേക്ക് പോകുമെന്നതിന്റെ പച്ചയായ തെളിവാണിത്. ഏറ്റവും ക്രൂരമായ അല്ലെങ്കിൽ മോശമായ കാര്യം എന്താണെന്നോ? കുറ്റവാളികളുടെ പേരും മറച്ചുപിടിച്ച ഇവർ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട 100ഓളം പെൺകുട്ടികളുടെ പേരും അഡ്രസ്സും അബദ്ധത്തിൽ പബ്ലിഷ് ചെയ്തു. എന്നാൽ ഇത് വെറും നെഗ്ലിജൻസ് ആണോ അതോ ഇരകളെ ഭീഷണിപ്പെടുത്തി വായടപ്പിക്കാനുള്ള ശ്രമമാണോ? ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ടോഡ് ബ്ലാൻഷ് പറയുന്നത് കൂടുതൽ കേസുകൾ എടുക്കാൻ തെളിവില്ല എന്നാണ്. കോടിക്കണക്കിന് രേഖകൾ മുന്നിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മറുപടി എന്നുള്ളതും നമ്മൾ ഓർക്കണം. ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമ തന്നെയല്ലേ? എപ്സ്റ്റീന്റെ ആ കുപ്രസിദ്ധമായ ദ്വീപിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ വെറും ക്രൂരത എന്നതിലുപരി സങ്കല്പത്തിനും അപ്പുറമുള്ള ഭീകരത എന്ന് തന്നെ പറയേണ്ടി വരും. ലിറ്റിൽ സെയിന്റ് ജെയിംസ് ഐലൻഡ് പുറമേ നിന്ന് നോക്കിയാൽ കരീബിയൻ കടലിലെ ഒരു സ്വർഗം പോലെ തോന്നുമെങ്കിലും ആ ദ്വീപിന്റെ ഓരോ മണൽത്തരിയിലും ഇരകളുടെ നിലവിളികൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നുണ്ട്. ലോകം എന്നതിനെ വിളിക്കുന്നത് പെഡോഫൈൽ ഐലൻഡ്, കുട്ടികളെ ഭോഗിക്കുന്നവരുടെ ദ്വീപ് എന്നാണ്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അത്രയും പൈശാചികമായ കാര്യങ്ങളാണ് അവിടെ അരങ്ങേറിയത്. ദ ബ്ലൂ ടെമ്പിൾ, ആ ദ്വീപിലെ ഏറ്റവും നിഗൂഢമായ ഇടമാണ് നീല നിറത്തിലുള്ള താഴിക കുടങ്ങളുള്ള ഒരു വിചിത്രമായ കെട്ടിടം.
പുറമേ നിന്ന് നോക്കിയാൽ അതൊരു പ്രാർത്ഥനാലയം പോലെ തോന്നുമെങ്കിലും അതിന്റെ അടിയിൽ വലിയൊരു തുരങ്ക ശൃംഖല തന്നെയുണ്ട്. അവിടെ ഇരകളെ തടവിലിടാനും അവരെ പീഡിപ്പിക്കാനും ഉപയോഗിച്ചിരുന്ന നിഗൂഢമായ മുറികളുണ്ടെന്ന് ഇരകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് സർവേലൻസ് ഹെൽ. ആ ദ്വീപിന്റെ ഓരോ കോണിലും ഹൈടെക് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇത് സുരക്ഷയ്ക്ക് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് അവിടെ എത്തുന്ന അതിഥികൾ, അതായത് ലോകം ആദരിക്കുന്ന രാഷ്ട്രീയക്കാരും കോടീശ്വരന്മാരും പെൺകുട്ടികളുമായി നടത്തുന്ന ലൈംഗിക ബന്ധങ്ങൾ റെക്കോർഡ് ചെയ്യാനായിരുന്നു. എന്തിനായിരുന്നു ഈ ദൃശ്യങ്ങൾ? ബ്ലാക്ക് മെയിലിങ്ങിന്. അധികാരം കയ്യിലുള്ളവനെ അടക്കി ഭരിക്കാൻ എപ്സ്റ്റീൻ കണ്ടെത്തിയ കുതന്ത്രമായിരുന്നു ഈ ദൃശ്യങ്ങൾ. ഇനി ദ റിച്വലിസ്റ്റിക് വൈബ്. പലരും ആരോപിക്കുന്നത് പോലെ അതൊരു വെറും സെക്സ് ദ്വീപ് മാത്രമായിരുന്നില്ല. അവിടെ വിചിത്രമായ ചില ആചാരങ്ങൾ നടന്നിരുന്നു. ഇരകളെ ശാരീരികമായി മാത്രമല്ല മാനസികമായും തകർക്കുന്ന തരത്തിലുള്ള കൾട്ടിസ്റ്റിക് റിച്വൽസ്, മനുഷ്യബലിക്ക് സമാനമായ വിചിത്ര നിഗൂഢമായ ആചാരങ്ങളൊക്കെ അവിടെ നടന്നിരുന്നതായി ഫയലുകൾ സൂചിപ്പിക്കുന്നു. ഈ ദ്വീപിലേക്കുള്ള ഓരോ വിമാനയാത്രയും, ലുലീറ്റ എക്സ്പ്രസ്, ഈ യാത്രയും പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണമൊഴികളായിരുന്നു. യഥാർത്ഥത്തിൽ ആ ദ്വീപ് ഭൂമിയിലെ ഒരു നരകമായിരുന്നു. അവിടെ എത്തിയ ഒരു പെൺകുട്ടിയും പഴയതുപോലെ അല്ല തിരിച്ചു പോയിട്ടുള്ളത്. ഈ നരകത്തിൽ വെച്ച് പലരും കാണാതായി എന്നും അതുപോലെ പലരും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായി ഗർഭിണികളായി എന്നതും ഓർക്കാൻ പോലും പറ്റില്ല. ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടക്കുന്നത് 2019 ഓഗസ്റ്റ് 10-നാണ്. ലോകത്തെ വിറപ്പിച്ചേക്കാവുന്ന രഹസ്യങ്ങൾ കൈവശമുള്ള ജെഫ്രി എപ്സ്റ്റീൻ ന്യൂയോർക്കിലെ അതീവ സുരക്ഷയുള്ള ജയിൽ സെല്ലിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു. അധികാരികൾ ഇതിനെ ആത്മഹത്യ എന്ന് വിളിച്ചു, പക്ഷെ ലോകം അത് വിശ്വസിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ദുരൂഹമാകുന്നത്. നമുക്ക് ആ രാത്രിയിലെ ചില വിചിത്രമായ കാര്യങ്ങളൊന്ന് നോക്കാം. ഒന്നാമതായി, എപ്സ്റ്റീൻ ഉണ്ടായിരുന്ന സെല്ലിന് പുറത്തെ CCTV ക്യാമറകൾ ആ രാത്രിയിൽ പ്രവർത്തിച്ചിരുന്നില്ല. ലോകത്തെ ഏറ്റവും അപകടകാരിയായ ഒരു ക്രിമിനലിനെ പാർപ്പിച്ചിരുന്ന ഇടത്തെ ക്യാമറകൾ കൃത്യം ആ സമയത്ത് തന്നെ കേടാകുന്നത് വെറും യാദൃശ്ചികമാണ്. അടുത്തത്, എപ്സ്റ്റീനെ ഓരോ 30 മിനിറ്റിലും പരിശോധിക്കേണ്ടിയിരുന്ന 2 സെക്യൂരിറ്റി ഗാർഡുകൾ ആ രാത്രിയിൽ ഉറങ്ങിപ്പോയി അത്രേ. അത് മാത്രമല്ല, അവർ വ്യാജമായ റെക്കോർഡുകളിൽ ഒപ്പിടുകയും ചെയ്തു. ആരെയാണ് അവർ അവിടെ പ്രവേശിപ്പിച്ചത്? ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് വരാം. ഈ റിപ്പോർട്ട് പ്രകാരം എപ്സ്റ്റീന്റെ കഴുത്തിലെ ഹയോയിഡ് എല്ല് പൊട്ടിയതായി കണ്ടെത്തിയിട്ടുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത് തൂങ്ങി മരണത്തെക്കാൾ കൂടുതൽ ബലപ്രയോഗത്തിലൂടെ, അതായത് സ്ട്രാങ്കുലേഷൻ, ശ്വാസം മുട്ടിച്ചു കൊല്ലുമ്പോഴാണ് സംഭവിക്കാറുള്ളത്. ഇനി ഇതുകൂടാതെ മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ എപ്സ്റ്റീനെ സൂയിസൈഡ് വാച്ചിൽ നിന്നും മാറ്റിയിരുന്നു. അയാൾക്ക് മരിക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി നൽകിയതുപോലെയായിരുന്നു ഇതൊക്കെ. എപ്സ്റ്റീൻ ഡിഡ് നോട്ട് കിൽ ഹിംസെൽഫ് എന്ന ഹാഷ്ടാഗ് ലോകമെങ്ങും തരംഗമായത് വെറുതെയല്ല. എപ്സ്റ്റീൻ ജീവിച്ചിരുന്നാൽ ലോകത്തെ പല പ്രമുഖരുടെയും കരിയറും ജീവിതവും അവസാനിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് വേണ്ടി ജയിലിന്റെ വാതിലുകൾ ആരോ തുറന്നു കൊടുത്തു എന്ന് വിശ്വസിക്കാനാണ് കൂടുതൽ ആളുകളും താല്പര്യപ്പെടുന്നത്. സത്യം വിളിച്ചു പറയുന്നതിന് മുൻപ് അയാളുടെ വായ മൂടി കെട്ടുകയായിരുന്നു ചരിത്രം കണ്ട ഏറ്റവും വലിയ ഒത്തുകളി. എലോൺ മസ്ക് മുതൽ ഡൊണാൾഡ് ട്രംപ് വരെ, ക്ലിന്റൺ മുതൽ പ്രമുഖ ബിസിനസ്സുകാർ വരെ ഈ വിവാദ വലയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പണവും പവറും ഉണ്ടെങ്കിൽ എന്തും മറച്ചുവെക്കാം എന്ന ചിന്താഗതിയുടെ അവസാനമാണോ ഇത്? അതോ ഇതിലും വലിയ സത്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടോ? ഏതായാലും ഈ എപ്സ്റ്റീൻ ഫയൽസ് വെറും ഒരു ഗോസിപ്പല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. പണവും അധികാരവും ഉണ്ടെങ്കിൽ എന്ത് ക്രൂരതയും മറച്ചുപിടിക്കാമെന്ന് കരുതുന്നവർക്കുള്ള താക്കീത്. ഇനിയും ലക്ഷക്കണക്കിന് പേജുകൾ പുറത്തു വരാനുണ്ട്. നമ്മൾ ആരാധിക്കുന്ന, ലോകത്തെ നിയന്ത്രിക്കുന്ന പലരുടെയും ഉള്ളിലെ അഴുക്കുകൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു സത്യമാണിതൊക്കെ. ജെഫ്രി എപ്സ്റ്റീൻ ജയിലിൽ മരിച്ചെങ്കിലും അയാൾ പടച്ചുവിട്ട ഈ ഭീകരമായ ശൃംഖല ഇന്നും അദൃശ്യമായി തുടരുന്നുണ്ടോ? ഇരകൾക്ക് എന്നെങ്കിലും പൂർണ്ണമായ നീതി ലഭിക്കുമോ? ലോകം ഭരിക്കുന്നവർ ഇത്രയും ക്രൂരമായ ഒരു ശൃംഖലയുണ്ടാക്കി മനുഷ്യരെ വേട്ടയാടുകയായിരുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും. പക്ഷേ ഈ 3.5 മില്യൺ പേജുകൾ കള്ളം പറയില്ലല്ലോ. ബിസിനസ്സും നയതന്ത്രവും സെക്സ് ട്രാഫിക്കിങ്ങും എല്ലാം ഒരു നൂലിൽ കോർത്ത ഒരു ഭീകരമായ അവസ്ഥ. ഇത് നമ്മൾ ഇനിയും ചർച്ച ചെയ്യണം. കാരണം ഈ അദൃശ്യമായ ശക്തികൾക്ക് മുന്നിൽ ഇനിയും ഒരു വിർജീനിയ കൂടി ബലിയാടാകാൻ പാടില്ല. ജെഫ്രി എപ്സ്റ്റീൻ മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ അയാളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അവരിന്നും ലോകം ഭരിക്കുന്നു, ഇന്നും മാന്യന്മാരായി ചമയുന്നു. വിർജീനിയെ പോലെ ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ ജീവിതം തകർത്ത ഈ രാക്ഷസന്മാർ ഇന്നും സുരക്ഷിതരാണ്. ഈ ഫയലുകൾ പുറത്തു വരുന്നത് അവരെ പേടിപ്പെടുത്താനല്ല, മറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകാനാണ്. നമ്മുടെ ലോകം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ഇരട്ടി അപകടത്തിലാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.